അനീതി കണ്ടാൽ ഞാൻ എത്തിയിരിക്കും എന്ന വാക്കു പാലിക്കാൻ സേനാപതി എത്തി. സിനിമാ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഉലകനായകൻ കമൽഹാസന്റെ ഇന്ത്യൻ ടൂർ റിലീസ് ചെയ്തു. 28 വർഷങ്ങളുടെ ഇടവേളയ്ക്കു ശേഷമാണ് ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത്. എറണാകുളം കവിതാ തിയേറ്ററിൽ നിന്നും നിതിൻ പ്രഭാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. എന്താണെന്ന് കണ്ടു കഴിയുമ്പോൾ കറക്റ്റ് വിവരം കിട്ടും. പക്ഷേ ശങ്കറിന്റെ പടവും കമൽഹാസനും വേറെ റോളാണെന്നാണ് നമ്മളെയൊക്കെ ചിന്തപ്പാട്. ആ ഒരു രീതിയിൽ പടം കാണാൻ കയറണാണ് സേനാപതി. അതെ അതെ, തീർച്ചയായിട്ടും ഭയങ്കര പ്രതീക്ഷയാണ്. പിന്നെ കുറെ ആ പ്രതീക്ഷയിൽ മാത്രമാണ് പടം കാണാൻ വേണ്ടി കയറണത് തന്നെ. പൊരിക്കും പിന്നല്ലേ പൊരിക്കും. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കമൽഹാസനെ കാണാൻ വന്നത്. വലിയ പ്രതീക്ഷയില്ല. ശങ്കറിന്റെ പടം ഹിറ്റായി വിചാരിക്കുന്നു. ശങ്കറിന്റെ പടം ഹിറ്റാവും വിചാരിക്കുന്നു. ചിലപ്പോ കാണും. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് കാണാൻ പോകുന്നത്. അതെ 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 വലിയ പ്രതീക്ഷയോട് കൂടി കാണാൻ പോവാ. പിന്നെ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെ. 28 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കവിതാ തിയേറ്ററിൽ തന്നെ വന്ന് പടം കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. 2 വട്ടം വീട്ടുകാരായിട്ട് വന്നിട്ട്. സേനാപതി വീണ്ടും തന്നെ ആ പഴയ ഒരു ത്രില്ലിലാണ് ഇപ്പൊ നമ്മ വീണ്ടും വന്നത്. എങ്ങനെയാണ് ഉപയോഗിച്ചാണ് വന്നേക്കുന്നത്. അത് എന്താണെന്നറിയാനാണ് കൂടുതലും ഒരു ആകാംക്ഷ. ആദ്യ ഷോ തന്നെ കാണാം. മാക്സിമം എല്ലാ പടത്തിന്റെ ആദ്യ ഷോ തന്നെ കാണാനാണ് ശ്രമിക്കാറ്. പിന്നെ തീർച്ചയായിട്ടും കമൽഹാസന്റെ ദശാവതാരം അങ്ങനെയുള്ള എല്ലാ സിനിമകളൊക്കെ ആദ്യം തന്നെ ആദ്യ ഷോയിനെ ഷെഹനായിസിലൊക്കെ കണ്ടിട്ടുണ്ട്. പഴയ ഷെഹനായിസ് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ വീണ്ടും ആ ഒരു പ്രതീക്ഷയോടെ, ആദ്യത്തെ ഒരു പ്രതീക്ഷയോടെ തന്നെ ഇപ്പോഴും വന്നത്. അപ്പോൾ പഴയതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ പുത്തൻ ഇടിമുഴക്കവുമായാണ് സേനാപതി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗം ഇന്ന് തിയേറ്ററിലെത്തുമ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് കമൽഹാസൻ ആരാധകരും സിനിമാ ആരാധകരും രാവിലെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം എങ്ങനെയായിരിക്കും ആരാധകർ കാത്തിരുന്നത് പോലെ തന്നെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണോ, അല്ലെ ആരാധകരെ നിരാശപ്പെടുത്താത്ത രൂപത്തിൽ കമൽഹാസൻ നിറഞ്ഞാടിയിട്ടുണ്ടോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകം ഉള്ളത്. ബ്രഹ്മാണ്ഡ ചിത്രം 200 കോടി മുതൽ മുടക്കിലാണ് ലോകമെമ്പാടും ഇന്ന് ഈ കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിന്റെ ഇന്ത്യൻ 2 തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ചിത്രം ടീസർ പുറത്തിറങ്ങിയത് മുതൽ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു, കാത്തിരിപ്പിലായിരുന്നു. ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് ഇന്ന് പ്രേക്ഷകർ ഒന്നടങ്കം തിയേറ്ററുകളിലേക്ക് എത്തിയത്. നിറഞ്ഞ സദസ്സിൽ ലോകമെമ്പാടും ഈ ഇന്ത്യൻ 2 നിറഞ്ഞോടുമെന്ന പ്രതീക്ഷയാണ് അണിയറ പ്രവർത്തകർക്കുള്ളത്. പുത്തൻ സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ 2 തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. അന്തരിച്ച നടന്മാരായ വിവേക്, മലയാളിയായ നെടുമുടി വേണു തുടങ്ങിയവർ ഈ ചിത്രത്തിലുണ്ട് എന്ന പ്രത്യേകത കൂടി നമുക്ക് കാണാൻ കഴിയും. വലിയ ആരാധകർ കമൽഹാസന്റെ ആരാധകർ, ഉലകനായകന്റെ ആരാധകർ ഏറെ ആവേശത്തോടു കൂടിയാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നതിന് ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നത്. അവരുടെ ആരാധകരുടെ പ്രതീക്ഷയും അല്ലെങ്കിൽ അവരുടെ കാത്തിരിപ്പും എത്രത്തോളം സഫലമാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്പസമയത്തിനകം തന്നെ തിയേറ്ററുകളിൽ നിന്ന് ഈ ചിത്രം കണ്ട് ആരാധകർ പുറത്തിറങ്ങും, പ്രേക്ഷകർ പുറത്തിറങ്ങും. അവരുടെ അഭിപ്രായം എന്തായിരിക്കും? അവർ കാത്തിരുന്നത് പോലെ അല്ലെങ്കിൽ ഇരു കൈകളിലും നീട്ടി സിനിമാ ലോകം ഈ കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിന്റെ ഇന്ത്യൻ 2 ഇരു കൈകൾ നീട്ടി സ്വീകരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. 1996 ഇന്ത്യൻ ഈ സിനിമയുടെ ഒന്നാം പതിപ്പ് ഇന്ത്യൻ പുറത്തിറങ്ങിയപ്പോൾ വലിയ ആവേശമായിരുന്നു പ്രേക്ഷകർക്കുള്ളത്. ഇന്ത്യൻ സിനിമാ ലോകത്ത് ഒരു ഇടിമുഴക്കമായിരുന്നു അന്ന് എന്ന കാര്യത്തിൽ തർക്കമില്ല. 1996 28 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഈ ചിത്രം തിയേറ്ററുകളിൽ വലിയ ഇടിമുഴക്കം സൃഷ്ടിച്ചാണ് മുന്നേറിയത്. എല്ലാ പ്രതീക്ഷകളും അന്നത്തെ ബോക്സ് ഓഫീസിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഇന്ത്യൻ. കമൽഹാസന്റെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നാണ്. അനീതിക്കെതിരെ ഒറ്റയാൾ ശബ്ദമുയർത്തി അല്ലെങ്കിൽ അനീതിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു സാധാരണക്കാരന്റെ കഥ പറഞ്ഞ ആ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ്. കാത്തിരിക്കൂ എന്ന് ആരാധകർക്ക് അന്ന് നൽകിയ ഉറപ്പ്, അല്ലെങ്കിൽ കാത്തിരിക്കൂ എന്ന് വീണ്ടും സേനാപതി വീണ്ടും എത്തും, നിങ്ങൾക്ക് കാത്തിരിക്കാമെന്ന് അന്ന് നൽകിയ ഉറപ്പ് വീണ്ടും ഇന്ന് സഫലമാവുകയാണ്. 28 വർഷത്തെ ആരാധകരുടെ, സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ടാണ് ഇന്ന് സേനാപതി തിയേറ്ററുകളിലെത്തുന്നത്. ഈ സേനാപതി തിയേറ്ററുകളിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ആരാധകർ കാത്തിരുന്നത് പോലെ, അല്ലെങ്കിൽ സേനാപതി രണ്ടാം ഭാഗത്തെത്തുമ്പോൾ, സേനാപതി വീണ്ടും എത്തുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷയ്ക്ക് തീർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരാധകരെ നിരാശപ്പെടുത്തുകയാണോ? നമുക്ക് അല്പസമയത്തിനകം തന്നെ ഇതറിയാം. പ്രേക്ഷകർ ഈ ചിത്രം കണ്ട് അല്പസമയത്തിനകം പുറത്തിറങ്ങും.